ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൽഡ്മോൻ്റെ ബർത്ത്ഡേ ആണ്. അവന് ബർത്ത്ഡേ വിഷും കൊടുത്ത് നേരെ സ്കൂളിലേക്ക് അയച്ചു. രണ്ടുപേരും കൂടെ വാചകം അടിച്ചുകൊണ്ടിരുന്ന വാൻ വന്നത് കണ്ടില്ല. വാനങ്ങ് മുമ്പിൽ കൊണ്ട് നിർത്തി കേട്ടോ. ആൽഡ്മോനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ആലമോൻ്റെ അടുത്തേക്ക് വന്ന് ഇവനിന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ. കള്ളപ്പനി എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, ചേച്ചി കാർഡ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം എൻ്റെ കൂടെ കളിക്കാമോ എന്ന്. എന്നിട്ടൊരു കള്ളച്ചിരി, കൊച്ചു കള്ള. പിന്നെ പോയി ഇവൻ കുറേ കാർഡ്സ് എടുത്തിട്ട് വന്നിട്ട് പറയുവാ ഇതെല്ലാം ബെൻഡ് ചെയ്ത് നിലത്ത് വെച്ച് തരാൻ. എൻ്റെ അമ്മോ. എന്നിട്ട് ആലമോൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കുകയാണ്, ലവ് ഉണ്ടാക്കിയാലോ നമുക്ക് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇവൻ ഓരോ ഡയറക്ഷൻ മാറ്റി കാർഡ്സ് വെക്കുകയാണ്. കാരണം കാറ്റടിച്ചിട്ട് ഇതെല്ലാം നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി ചെന്നിട്ട് ഓരോ കാർഡ്സ് ബെൻഡ് ചെയ്ത് നിലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. അവൻ കൊണ്ടുവന്ന എല്ലാ കാർഡ്സൊന്നും വെച്ചിരിക്കലും കുറെ കാർഡ്സ് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ എന്നെ കാണിച്ചു. ഈ ഒരു ഗെയിമിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല രസമായിരുന്നു. ഞാനും യൂട്യൂബിലൊക്കെ കുറെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മുമ്പ് പല്ല് കഴിച്ചിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിരുന്നു. പല്ല് കേൾക്കാൻ പറഞ്ഞപ്പോൾ കാണിക്കുന്ന അഭ്യാസമാണ്. എന്നോട് കുഞ്ഞു കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവൻ. അതിൻ്റെ ഇടയ്ക്ക് മിന്നൂസ് താഴ്പോയി. അവനെ ഓടിച്ച് മേളിൽ കയറ്റിയിട്ട് ആലമോനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു വാരി തരണ്ടേന്ന്. അപ്പം അവൻ പറയാ വേണ്ടെന്ന്. ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എടാ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഫോണും കണ്ടിരുന്ന് കഴിക്കുകയാണ്. അതിനുശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും കടലയാണ് ഇന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ തക്കാളിക്ക് ഉള്ളിയും കടലയും എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു ഇത് എന്താടാന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാം, എങ്ങനെയാണെങ്കിൽ ചേച്ചി വാരി തരാം. ഇപ്പം എങ്ങനെ ഇരിക്കണം. അങ്ങനെ ആലമോന് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുകയല്ലേ. മിന്നൂസ് വീണ്ടും അടുത്തേക്ക് വന്ന് ഞങ്ങൾ കഴിക്കുന്നതും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവനും ഒരു മുറി ദോശ കൊടുത്തിട്ട് കിടന്ന പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം ഞാനങ്ങ് കഴുകി വാഷ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോസും എഡിറ്റ് ചെയ്തിട്ട് ഞാനും ആലമോനും കൂടെ നേരെ താഴെ ഷോപ്പിലേക്ക് പോയി. അവൻ എൻ്റെ മടിയിൽ കിടന്ന് കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഉച്ചയായി. ഞാൻ അവനോട് പറഞ്ഞു, ബാ നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലിരുന്ന ഫോൺ മേടിച്ച് എൻ്റെ കയ്യിൽ വെച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന് വഴക്കുണ്ടാക്കാണ്, ഫോൺ താ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ, പല്ലിന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൻ മുകളിൽ വന്നിരുന്നു കേട്ടോ. അവിടുന്ന് അവൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന്. അച്ഛൻ അവനെ നേരെ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നത്തെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്ക് ഈവനിങ് ആയി. അപ്പോഴേക്കും ചേച്ചി വന്നു. പിന്നെ ഞാനും ചേച്ചിയും കൂടെ റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കേക്ക് മേടിക്കാനും ആൽഡ്രിമോനൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ടും പുറത്തു പോയി. നമ്മൾ 2 കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അളിയൻ്റെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇന്നങ്ങ് തീർത്തു. അതിനുശേഷം പോയി ആൽഡ്രിമോന് ഒരു ഗിഫ്റ്റും കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും പപ്പ താഴ്ന്ന് മുകളിലോട്ട് വന്ന് ഇതൊക്കെ കണ്ട് സന്തോഷമായി തിരിഞ്ഞ് വീണ്ടും കണ്ടത് എൻ്റെ ട്രൈപോഡ്. പപ്പയുടെ അപ്പോഴത്തെ ആ ഒരു എക്സ്പ്രഷൻ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു. ഇത് എന്തുട്ടപ്പ ഇത്. പിന്നീട് എല്ലാവരും കൂടെ എന്നെ കുറച്ച് നേരം ഇരുന്നങ്ങ് ട്രോൾ കേട്ടോ. പിന്നെ ആലമോൻ ആൽഡറിനെ വിളിച്ചിട്ട് വാങ്ങി വെച്ചിരുന്ന ഷർട്ട് അവന് കൊടുത്ത് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഈ തൊപ്പി അവൻ തന്നെ അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. പിന്നീട് ഞാനും അച്ഛനും കൂടെ മേടിച്ച ഗിഫ്റ്റും അവന് കൊടുത്തു. അവനത് ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ ആ ഉള്ളൊരു സന്തോഷം കണ്ട് ഞങ്ങളുടെ മനസ്സങ്ങ് നിറഞ്ഞിട്ടോ. അല്ലേ സെറ്റ് സാധനമൊന്നും അവന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട്. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്തു. അളിയച്ചാറ് വീട്ടിലില്ലാത്തത് കാരണം വീഡിയോ കോൾ വിളിച്ച് കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളും കേക്ക് കഴിച്ചു. ഞാൻ ആലമ്മോനോട് പറഞ്ഞ്, ആലമ്മോ ചേച്ചിക്ക് ഇച്ചിരി കേക്ക് വായി വെച്ച് തരാൻ പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ വായിലോട്ട് തന്നെ സ്വന്തമായിട്ട് അങ്ങ് വെച്ചു കേട്ടോ. ഞാനിവിടെ ചമ്മി നാറിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ വെളിയിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.